Assalamualaikum. Hi friends, welcome back to my channel. ഇന്ന് ഞങ്ങളൊരു ആലു പൊറാത്ത റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടി ഞാൻ ചുടുവെള്ളമാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വെള്ളം ഇളക്കി കൊടുക്കാം. ഈ എണ്ണ ഒഴിച്ച പൊടി നമുക്ക് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടി 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിന് ഉപ്പ്. അപ്പോൾ നമുക്കിനി ഉരുളക്കിഴങ്ങിനെ ഒരു സ്പൂണോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മിക്സിനെ ചപ്പാത്തിയിൽ വെച്ച് പരത്തിയെടുക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി കീറിപ്പോവും. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മല്ലിച്ചപ്പ് കൂടെ ഇതിക്ക് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചിട്ട് അങ്ങോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് എരിയെല്ലാം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതാ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചപ്പാത്തി മാവ് നമുക്ക് ഒന്നുകൂടെ കുഴച്ചിട്ട് ചെറിയ ബോളാക്കിയിട്ട് എടുക്കണം. കുറച്ച് വലിയ ബോൾ എടുക്കണം. നമുക്ക് ചപ്പാത്തി പോലെയല്ല, നമ്മളിത് മസാലയൊക്കെ കൂട്ടി വരുമ്പോഴേക്കും അത് നമുക്ക് ചിലപ്പോൾ പരത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ട് നമുക്കിത് ചെറിയൊരു വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കണം ആദ്യം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മസാലക്കൂട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ പരത്തിയെടുക്കണം. നമുക്കിനി ഈ മസാലക്കൂട്ടി ചപ്പാത്തിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഓരോ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ സ്പൂൺ മസാല നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് എടുക്കണം.
നമുക്കിനി എല്ലാ ചപ്പാത്തിയും ഇതുപോലെ മസാല ഫില്ലാക്കി എടുക്കണം. നമുക്കിനി ഇത് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിത് പതുക്കെ പരത്തിയെടുക്കണം. നമ്മൾ സ്പീഡിൽ പരത്തല്ലേ, ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ ഇത് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇത് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് ഇത് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. പതുക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതാ പൊന്തി വരുന്നുണ്ട് നമ്മുടെ ചപ്പാത്തി. നമുക്കിനി എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ആലു പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.